എന്നാൽ ഇന്ന് നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ദിവസമാണ്. ഒരു ഇൻവെൻട്രി എടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഈ രാവിലെയുള്ള തിരുവചന ധ്യാനത്തിൻ്റെ തലക്കെട്ട് ഇനിയും ഫലകരമായി ജീവിക്കാൻ സാധിക്കുമോ? ഇനിയും ഫലകരമായി ജീവിക്കാൻ സാധിക്കും. ഈസ് എ ഫ്രൂട്ട്ഫുൾ ഫ്യൂച്ചർ സ്റ്റിൽ പോസിബിൾ? ഈസ് എ ഫ്രൂട്ട്ഫുൾ ഫ്യൂച്ചർ സ്റ്റിൽ പോസിബിൾ? ഇതിനടിസ്ഥാനമായി സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 21 വേഴ്സസ് 18 and 19, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 18-19 വാക്യങ്ങൾ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്ക ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇതേ സംഭവം മാർക്ക് 11:12-14, 20-24, ലൂക്ക് 13:6-9, 3 ഭാഗങ്ങളിൽ സുവിശേഷങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തോട്ടക്കാരൻ പറയുന്നുണ്ട് കർത്താവിനോട്, കർത്താവേ, 1 വർഷം കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളെ. ലെറ്റ് us give one more chance. അതും സാധിക്കുന്നില്ലെങ്കിൽ കളയാം എന്നാണ് അവിടെ പറയുന്നത്. ഒരു നീണ്ട പ്രസംഗത്തിന് ഇന്ന് സാധ്യത സ്കോപ്പില്ലാത്തത് കൊണ്ട് ചുരുക്കമായിട്ട് പറയട്ടെ. ഫലരാഹിത്യത്തിൽ നിന്ന് ഫലമണിയുന്ന അനുഭവത്തിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ദ കോൺസിക്വൻസ് ഓഫ് ഫ്രൂട്ട്ലെസ്നെസ്, ഫലശൂന്യതയുടെ അനന്തരഫലം. ഫ്രൂട്ട്ലെസ്നെസ് ഓൾവേസ് ഇൻവൈറ്റ് ഡിസാസ്റ്റർ. ഫലരാഹിത്യം എപ്പോഴും അപകടങ്ങളെ, നാശത്തെ വിളിച്ചു വരുത്തും. Jesus in the parable of the fig tree reinforced this message. Anything that is fruitless always invites disaster. A road that lies useless invites rusting. ഒരു ഇരുമ്പ് കഷണം ഉപയോഗിക്കാതെ ദീർഘനാളുകൾ കിടന്നാൽ അതിൽ തുരുമ്പ് പിടിക്കും. A book that is unread for long time invites bookworms. ഉപയോഗിക്കാത്ത പുസ്തകങ്ങൾ പുസ്തക പുഴുക്കളെ ക്ഷണിച്ചു വരും. ചിലപ്പോഴൊക്കെ ചില വേദപുസ്തകമൊക്കെ നമ്മൾ എടുക്കുമ്പം കണ്ടിട്ടില്ലേ, അതിനകത്തൊരു ചെറിയ ജീവിയൊക്കെ ഇങ്ങനെ ഓടി. അത് ഒത്തിരി നാളായിട്ട് എടുക്കാത്തതുകൊണ്ട്. ഇവിടെ അല്ല, വേറെ ചില സ്ഥലങ്ങൾ. A house that is uninhabited invites dilapidation. നമ്മൾ തന്നെ ഇവിടെ നാട്ടിൽ വീടുള്ളവരുണ്ട്. അവർ ചിലപ്പം പറയും, ഇടയ്ക്കിടയ്ക്കൊന്ന് പോയില്ലെങ്കിൽ മുഴുവൻ പോക്ക. അതിൻ്റെ ഓടും പൊട്ടും, മരപ്പട്ടിയും കയറും, അതും വരും ഇതും വരും, എല്ലാം പ്രശ്നം. A life that is fruitless invites condemnation. ഫലമില്ലാത്ത ജീവിതം തീർച്ചയായിട്ടും യജമാനൻ്റെ കോപത്തെ വിളിച്ചു വരുത്തും. As in nature, so in life, uselessness always invites disaster. 3 ചിന്തകളാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. 1, law of life is to yield fruits. ഫലമണിയുകയാണ് ജീവൻ്റെ നിയമം, അല്ലെങ്കിൽ യജമാനൻ്റെ ആഗ്രഹം.
അവിടെ പറയുന്നു, ഒരുവൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. എ man had a fig tree planted in his vineyard. മുന്തിരിത്തോട്ടത്തിൽ അത്തിവൃക്ഷം നടുന്നത് അക്കാലത്ത് അത്ര സ്ഥിരമായുള്ള കാര്യമല്ല. കാരണം മുന്തിരി ഗ്രേപ്സ് നീഡ്സ് വെരി ക്ലോസ് വാച്ചിങ്. അതിന് വളരെ അടുത്ത ശ്രദ്ധയും വളരെ അടുത്ത പരിചരണം വേണം, എങ്കിലേ മുന്തിരി വളർന്ന് ഫലം പുറപ്പെടുവിക്കും. എന്നാൽ അത്തിക്ക് അത്ര ശ്രദ്ധ വേണ്ട ഒരു വൃക്ഷമല്ല. പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തി നട്ടത്? വൈ ഹി പ്ലാന്റഡ് എ ഫിഗ് ട്രീ ഇൻ ഹിസ് വിനിയാർഡ്? അദ്ദേഹത്തിന് ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ മുന്തിരിക്ക് കിട്ടുന്ന എല്ലാ പരിചരണവും ഈ അത്തിക്കും കിട്ടണം. മുന്തിരിക്ക് കിട്ടുന്ന വെള്ളവും വളവും എല്ലാം ഈ അത്തിവൃക്ഷത്തിനും കിട്ടണം. വഴിവക്കിലോ മറ്റെവിടെയെങ്കിലുമോ നിൽക്കുന്ന അത്തിയേക്കാൾ ഒത്തിരി പരിരക്ഷ ഇതിന് വേണം. ചുരുക്കത്തിൽ ഫലമണിയുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഈ അത്തിക്ക് ഉണ്ടായിരുന്നു. This particular fig tree enjoyed most favorable or conducive environment. In a way, this tree was a privileged tree. ഈ പ്രത്യേക അത്തിവൃക്ഷം വളരെയധികം പ്രാധാന്യം കിട്ടിയ ഒരു അത്തിവൃക്ഷം. ഇങ്ങനെയൊക്കെ ആയിട്ടും ഫലം അന്വേഷിച്ച് യജമാനൻ എത്തിയപ്പോൾ ശൂന്യമായ അത്തിയെയാണ് കണ്ടത്. ഈവൻ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി മോസ്റ്റ് ഫേവറബിൾ സിറ്റുവേഷൻസ്, ദിസ് ഫിഗ് ട്രീ ഫെയിൽഡ് ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. ഈ ഉപമ, ദിസ് പാരബിൾ, ഇത് യേശു പറഞ്ഞത് പരീശ മതത്തിൻ്റെ ഫലരാഹിത്യത്തെ ഉദ്ദേശിച്ചാണ്. യഹൂദ ജനതയുടെ ഫലരാഹിത്യത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. കാര്യം നമുക്കറിയാം, they were the only chosen people of God. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഏകജനമാണ്. അവരെ കൈവെള്ളയിലാണ് ദൈവം കൊണ്ടു നടന്നത്. രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും, ആകാശം പൊഴിച്ച് മന്നയും കാടപ്പക്ഷിയും, പാറ പിളർന്ന് വെള്ളവും ചെങ്കടൽ പിളർന്ന് രക്ഷയും കൊടുത്ത ജനം. പക്ഷെ അവർ എന്ത് ചെയ്തില്ല? ഫലം പുറപ്പെടുവിച്ചു. They failed to yield fruits. യജമാനന്റെ പ്രത്യേക പരിരക്ഷ ലഭിച്ച അത്തിമരമാണ് ഇസ്രായേൽ. എണ്ണിയാൽ ചെറുതാണെങ്കിലും ദൈവം അവരെ കാത്ത് പരിപാലിച്ചു. പഴയ നിയമം മുഴുവൻ, ഓൾഡ് ടെസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ പരിരക്ഷിച്ച കഥയാണ് അവിടെ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവകാശം, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, പരിശുദ്ധാത്മാവ്, ദൈവവചനം, കൂട്ടായ്മയുടെ മാധുര്യം തുടങ്ങി എത്ര അനുഗ്രഹങ്ങളാണ് ഇസ്രായേൽ മക്കളെ പോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളും കൃപകളും ഉപയോഗിച്ച് ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗം. അതുകൊണ്ട് ദൈവ വചനത്തിൻ്റെ ഈ വ്യാഖ്യാന സമയത്ത് ആദ്യത്തെ ചിന്ത ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. എന്താണ് ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്? ഫലം പുറപ്പെടുവിക്കുക. ലോ ഓഫ് ദ നേച്ചർ ഈസ് ടു ഈൽഡ് ഫ്രൂട്ട്സ്. ഈ പറഞ്ഞു വന്നതിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ മുഴുവൻ ക്രിസ്തോസ് ഇടവക. ഈ ഇടവകയെ ദൈവം മുന്തിരിത്തോട്ടത്തിലാണ് നട്ടിരിക്കുന്നത്. വഴിയരികിലോ
അറ്റൻഷൻ കിട്ടാത്ത ഇടത്തോ പുറംപോക്കിലോ ഒന്നുമല്ല. My dear friends in Christ, you are planted in his vineyard. You have given all the favorable conditions, situations. You are blessed with lot of potentialities. You are blessed with financial stability. You are blessed with blessed generations. ഈ രാവിലെ ഒരു വർഷത്തിൻ്റെ അവസാനം യജമാനൻ ഈ പള്ളിയിലിരിക്കുന്ന ആളുകളെയും വീടുകളിലിരിക്കുന്നവരെയും നോക്കുകയാണ്. ഫലം വല്ലതും ഉണ്ടോ? ഞാനും നിങ്ങളും ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അവന് വേദനിക്ക്. എന്ത് കാര്യം? നമുക്ക് വളരെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളെയാണ് അവൻ തന്നത്. സ്പെഷ്യലി ഫോർ ദ ലാസ്റ്റ് 10 months ഈ ബോംബെയിൽ തന്നെ മിക്ക പള്ളികളിലും എത്ര കോവിഡ് ഡെത്താണ് ഉണ്ടായത്. മറ്റുള്ളവരെക്കാൾ ഏതാണ്ട് മിടുക്ക് നമുക്കുണ്ടെന്നോ എനിക്കുണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. PPE കിറ്റിട്ട് ഒരു സംസ്കാരം പോലും നടത്താൻ ഈ നിമിഷം വരെ ദൈവം ഇടയാക്കി. മറക്കല്ലേ, മറന്നു കളയല്ലേ. ഈ പോയവരൊക്കെ നമ്മളെക്കാൾ മോശക്കാരോ നമ്മളെക്കാൾ കൊള്ളാത്തവരോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപ. We are planted in his vineyard and we are blanketed with his everlasting grace. അവനൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, നീ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഈ രാവിലെ പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിലും ദൈവം നമുക്ക് വീടുകളിലിരുന്ന് ഈ ശുശ്രൂഷ കാണാനുള്ള ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്? രാവിലെ പുതച്ചു മൂടി ഉറങ്ങുവാൻ പള്ളിയിൽ പോകണ്ടല്ലോ. നീ അഥവാ വീട്ടിലിരുന്ന് കാണണമെങ്കിൽ കൈലി ഉടുത്ത് ബനിയനും ഇട്ട്. മറക്കല്ലേ, we are planted in his vineyard with a special purpose and we are blanketed with his grace. അവൻ്റെ കരുണയുടെ കമ്പിളി കൊണ്ട് അവൻ നമ്മെ പൊതിഞ്ഞ് ഒരു വർഷം കൂടെ സൂക്ഷിച്ചു. ഒരിക്കലും ദൈവത്തെ വേദനിപ്പിക്കാനായിട്ട് ഇടയാവരുത്. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, to the one who is given the most will be accountable the most. To the one who is given the most will be accountable the most. കൂടുതൽ കൊടുത്തവനോട് കൂടുതൽ ചോദിക്കും. ഡിമാർട്ടിൽ പോകാം, ഫിഷ് മാർക്കറ്റിൽ പോകാം, സബ്ജി മണ്ടിയിൽ പോകാം, ബസ്സിൽ കയറാം, ട്രെയിനിൽ കയറാം. പള്ളിയിൽ പോയാൽ കൊറോണ പിടിക്കും. പള്ളിയിൽ പോയാൽ കൊറോണ പിടിക്കും. ഈ ബാക്കി ഒരിടത്ത് പോയാലും കിട്ടത്തില്ല. Even as we are blanketed by the grace of God, we fail to bear fruits. Let us lament over our pathetic state of fruitlessness and rededicate ourselves towards being fruitful in his vineyard. കഴിഞ്ഞ വർഷത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. യജമാനന്റെ ആഗ്രഹം പോലെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പേര് കൃപയുടെ പുസ്തകം എന്നാണ്, ബുക്ക് ഓഫ് മേഴ്സി. പക്ഷേ ഈ പുസ്തകത്തിൽ ഭീതിയുടെ ഒരു വാക്കുണ്ട്. അതെന്താണെന്ന് അറിയാമോ?
ഫലം നൽകാത്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കും. ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കും. യജമാനന്റെ ആഗ്രഹം പോലെ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നാം പ്രതിസന്ധികളെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് ദൈവമേ, 2020 ഫലമില്ലായ്മകൾ പുറത്ത് കുറെ കൂടെ ഫലകരമായി ജീവിപ്പാൻ 2021 എന്നെ സഹായിക്കണം. രണ്ടാമതായിട്ട്, എക്സ്പ്രഷൻ വിതൗട്ട് എക്സ്പീരിയൻസ് വിൽ ഇൻവൈറ്റ് മാസ്റ്റേഴ്സ് ഫ്യൂരി. അനുഭവമില്ലാത്ത പ്രകടനം യജമാനന്റെ കോപത്തെ ക്ഷണിച്ചു വരുത്തും. ഫിഗ് ട്രീ ഈസ് എ ലെസൺ. അത്തിവൃക്ഷം ഒരു പാഠമാണ്. പുതിയ നിയമത്തിലെ കർമ്മം കൊണ്ടുള്ള ഒരു ഉപമയാണിത്. എന്തുകൊണ്ടാണ് കർത്താവ് അത്തിയെ ശപിച്ചത്? അതൊരു തിയോളജിക്കൽ ഡിബേറ്റാണ്. അവിടുന്ന് ഈ പാവം അത്തിയെ എന്തിനാണ് ശപിച്ചത്? ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊഹം ഇതായിരിക്കാം. അത്തിവൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത, if there is leaves, there will be fruits. ഇലയുണ്ടെങ്കിൽ കായുണ്ട്. അതാണ്, ഇലയുണ്ടെങ്കിൽ കായുണ്ട്. പക്ഷെ ഈ അത്തി പച്ചിലകളുടെ സമൃദ്ധി കൊണ്ട് അതിൻ്റെ ഫലരാഹിത്യത്തെ മറച്ചു പിടിച്ചു. അത്തി അതിൻ്റെ ഫലരാഹിത്യത്തെ പച്ചിലകൾ കൊണ്ട് മറച്ചു പിടിച്ചതാണ് യജമാനന്റെ കോപത്തിന് കാരണം. The fig tree attempted to hide or to nullify or to negate its fruitlessness or sterility by projecting its fresh leaves. ദൂരെ വെച്ച് തന്നെ കർത്താവ് അത്തി കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. കാര്യം എന്താ? നിറയെ ഇലയുള്ളത് കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടു. This fig tree was noticed from far because of its green leaves. ഇടതൂർന്ന് നിന്ന ഇലകൾ മൂലമാണ് ഇതിനെ ദൂരെ നിന്ന് കർത്താവ് കാണുന്നത്. അപ്പോൾ എന്താണ്? ഇലയുണ്ട്, കായില്ല. ഇലയുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകണം? കായുണ്ട്. അപ്പോൾ ക്രിസ്തു കഠിനമായി നേരിടുന്ന ഒരു അപരാധമാണ് കപടഭക്തി. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ ഏറ്റവും അധികം കോപാകുലനായത് ജനത്തിൻ്റെ കപടഭക്തി കണ്ടിട്ടാണ്. Throughout his ministry, Jesus vehemently opposed hypocrisy. അത് ഒരു സമയത്ത് എവിടം വരെ പോയെന്നറിയാമോ? He called the Pharisees and scribes, "You are the whitewashed tombs." നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. പുറമേ നല്ല കളറാണ്, അകം മുഴുവൻ ശവക്കുഴിയുടെ നാറ്റം വയ്ക്കുന്ന അനുഭവമാണെന്നാണ് പറഞ്ഞത്. One who projects oneself as something which he is not is called hypocrisy. എന്തുവാ ഹിപ്പോക്രസി? One who projects oneself as something which he or she is not is called hypocrisy. ഞാനോ നിങ്ങളോ ആയിരിക്കുന്നത്
അവസ്ഥ മാറ്റി മറ്റെന്തോ ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ് കപടഭക്തി എന്ന് പറയും. പരീശന്മാരും ശാസ്ത്രിമാരുമായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ അകത്തോ കവർച്ചയും അതിക്രമവും അത്രേ. മാത്യു 23:25-29. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഇടതോർന്ന ഇലകളുള്ള അനുഭവം, അടുത്ത് ചെല്ലുമ്പോഴോ ഫലശൂന്യത. ഈ കപടതയെ യജമാനൻ സഹിച്ചില്ല. One more year is going to be part of history. ചരിത്രത്തിൽ തന്നെ ഏറ്റവും സംഭവ ബഹുലമായൊരു വർഷം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് 4 നാൾ കഴിയുമ്പോൾ. നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. ഒരു ചിന്തകൻ പറയുന്നു, an unexamined life is not worth living. പരിശോധിച്ച് നോക്കാത്ത ജീവിതങ്ങൾ ജീവിക്കുവാൻ അർഹതയുള്ളതല്ല. മുഴുവൻ ക്രിസ്തോസ് മാർത്തോമാ ഇടവകയിലെ ദൈവജനമേ, let us have an introspection on the last Sunday of 2020. ഉള്ളിലേക്ക് നോക്കാം. ഇലകൾ കൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന ആത്മീയക്കാരനും ആത്മീയക്കാരിയുമാണോ ഞാൻ? പുറമേന്ന് നോക്കുമ്പോൾ മുളൻ പാരിഷ്, മിഷണറി പാരിഷ്, ഗിവിംഗ് പാരിഷ്, പീപ്പിൾ ആർ വെരി ഗുഡ്. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഐ ഓൾസോ എൻഡോഴ്സ് ഓൾ ദോസ് തിങ്സ്. But let me ask you a pertinent question this morning. ഇല്ലാത്തതെന്തോ ഉണ്ടെന്ന് കാണിക്കുന്ന കപട നാട്യക്കാരാണോ നമ്മൾ? എൻ്റെ ജീവിത ശൈലി, എഴുതുന്നതും പറയുന്നതും, മൈ ലൈഫ് സ്റ്റൈൽ, മൈ റൈറ്റിംഗ്സ് ആൻഡ് മൈ പ്രീച്ചിങ്, മൈ കാസക്, my kappa, does it show my pseudo spirituality or does it show my real self? നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങൾ കാണിക്കുന്ന പയറ്റി, നിങ്ങൾ കാണിക്കുന്ന ഗിവിങ്, മഹാമനസ്കത, ബെനവളൻസ്, നിങ്ങൾ ചിരിക്കുന്ന ചിരി, ഇതൊക്കെ സ്യൂഡോ സ്പിരിച്വാലിറ്റിയുടെ, കപടയാത്മീയതയുടെ അടയാളമാണോ? അതോ നമ്മുടെ യഥാർത്ഥ സ്വയത്തെ കാണിക്കുന്നതാണ്? ലോകം മുഴുവൻ ക്രൂരനെന്ന് വിശേഷിപ്പിച്ച സദ്ദാം ഹുസൈൻ, അദ്ദേഹത്തെ അവസാനം അമേരിക്കയുടെ ആർമി പിടിച്ചു. കൊല്ലുന്നതിന് മുമ്പ് സദ്ദാമിനോട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് നിന്റെ മുഖം ഒന്ന് മറച്ചോ, ഒരു ക്ലോത്ത്, ഒരു കറുത്ത തുണി സദ്ദാം ഹുസൈന് നേരെ നീട്ടി. അപ്പോൾ സദ്ദാം ഹുസൈൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മുഖാവരണമില്ലാതെ മരിക്കാനാണ് എനിക്കിഷ്ടം. I want to die without a mask. കാരണം നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാലും എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ചെയ്തതൊക്കെ ശരിയാണ്. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ തെറ്റായിരിക്കും. ലെറ്റ് us not go into the details. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മരിക്കാൻ വേണ്ടി എന്തോ വേണ്ട, മുഖം മൂടി വേണ്ട എന്നാണ് പറഞ്ഞത്. നഥനയേലിനെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഹിയർ ഈസ് എ ട്രൂ ഇസ്രായേലൈറ്റ് in whom there is nothing false. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. മുഴുവൻ ക്രിസ്തോസ് ഇടവകയിലെ അച്ഛനെ കാണുമ്പോൾ, ഇവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ കർത്താവിന് പറയാൻ സാധിക്കുമോ, ഇവനിൽ കാപട്യമില്ല,
ഇവളിൽ കാപട്യമില്ല. Here is a true Christian in whom there is no false identity. വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവം ഹൃദയങ്ങളെ മാത്രം ശോധന ചെയ്യുന്നവനാണ്. ദൈവം ഹൃദയങ്ങളെ മാത്രം ശോധന ചെയ്യുന്നവനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ do we lead a pseudo spiritual life or our spirituality show our real self? Finally, the master's magnanimity gives us a room for improvement or betterment. യജമാനന്റെ മഹാമനസ്കത നമുക്കൊന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ, പുരോഗമിക്കാൻ, കുറച്ചുകൂടെ നല്ലതാകാൻ അവസരം തരികയാണ്. ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. എപ്പോഴും രണ്ടാമതൊരവസരം കൂടെ തരുന്നവനാണ് വേദപുസ്തകത്തിലെ ദൈവം. വെട്ടിക്കളയുക എന്ന യജമാനന്റെ തീരുമാനത്തെ തൻ്റെ മധ്യസ്ഥതയാൽ ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് മാറ്റിയെടുക്കുന്ന തോട്ടക്കാരനെ നമ്മളിവിടെ കാണുകയാണ്. ഈ തോട്ടമുടമ അത്തിമരത്തിന് ഒരു വർഷം കൂടെ കൊടുത്തു, എല്ലാ പരിചരണങ്ങളും നൽകി. അതാണ് നമ്മളിവിടെ കാണുന്നത്. വിജാതീയർക്കില്ലാതെ ഇരുന്ന വിശിഷ്ട വരങ്ങളും ദാനങ്ങളും കൈപ്പറ്റിയ ഇസ്രായേൽ അത് നഷ്ടമാക്കി കളഞ്ഞു എന്നാണ് ഇവിടുത്തെ സൂചന. എങ്കിലും ഒരവസരം കൂടി നൽകുന്ന യജമാൻ. എന്താ അവൻ്റെ റിക്വസ്റ്റ്? ഈ മരത്തെ മരണത്തിൽ നിന്ന് ഒരു വർഷം കൂടെ വിടുവിക്കണം. Please save this tree one more year from death. ആരാണ് ഈ കൃഷിക്കാരൻ? Who is this gardener? He is none other than Jesus Christ. പട്ടത്ത ശുശ്രൂഷയിൽ 2 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കാൻ ദൈവം സഹായിച്ചു. പലപ്പോഴും അവൻ്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടുണ്ട്. പലപ്പോഴും അവൻ്റെ സ്വപ്നമാകാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും അവൻ ഫലം അന്വേഷിച്ചപ്പോൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ രാവിലെ വീണ്ടും ഞാൻ മനസ്സിലാക്കുന്നു, I am here this morning because He has granted me one more year to produce fruits for His kingdom. നമ്മളാരും യജമാനൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്തുകൊണ്ടല്ല ഈ ലാസ്റ്റ് സൺഡേ ഇവിടെ വരാൻ സാധിച്ചത്. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോൾ പിരിച്ചാൻ പറഞ്ഞു, അച്ഛൻ നന്ദിയോടെ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. 2020 ആദ്യത്തെ സർവീസിൽ ഞാൻ അച്ഛനെ അസിസ്റ്റ് ചെയ്തു. ഇനിയും ഈ 2020 ശുശ്രൂഷ തന്നെ ഉണ്ടാകുമോ എന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ ഈ അവസാന ഞായറാഴ്ചയും ഇവിടെ നിൽപ്പാൻ ദൈവം അനുവദിച്ചതോർത്ത് നന്ദി. ഇതല്ലാതെ എന്താ നമുക്കുള്ളത്? ഇതല്ലാതെ എന്താ നമുക്ക് പറയാനുള്ളത്? ഈ കൃഷിക്കാരൻ നമ്മുടെ യജമാനനായ കർത്താവാണ്. പുത്രനായ ക്രിസ്തുവിൻ്റെ അപേക്ഷയിൽ നമ്മെ ഒരു വർഷം കൂടി എക്സ്റ്റെൻഡഡ് ലൈഫിലേക്ക് നയിക്കുന്ന പിതാവായ ദൈവം. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, He does not treat us as our sins deserve. He does not treat as our sins deserve or repay us according to our iniquities.
അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. സാംസ് 103:10. ന്യൂ ഇയർ എന്താണ്? ഒരു പുതിയ വർഷം ഈസ് ഓൾവേസ് ഓഫ് എ ന്യൂ സ്റ്റാർട്ട്. ഒരു വർഷം ഇവിടെ തന്നിരിക്കുകയാണ്. കോവിഡ് വന്നു, ദുരന്തങ്ങൾ വന്നു, ലോക്ക്ഡൗൺ വന്നു, എന്നിട്ടും അവനൊരു എക്സ്റ്റൻഷൻ നമുക്ക് തന്നിരിക്കുകയാണ്. എന്തിനാ? നമുക്ക് കുറച്ചുകൂടെ നേട്ടം ഉണ്ടാക്കാനല്ല, നമ്മൾ മാത്രം കുറച്ചുകൂടെ സമ്പന്നരാകാനല്ല, നമ്മൾ മാത്രം കുറച്ചുകൂടെ മിടുക്കരാകാനായിട്ടല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കാനായിട്ടല്ല. ദൈവരാജ്യത്തിന് എന്നെ കൊണ്ടൊരു ഫലം ഉണ്ടാകണം. ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല. മെസ്സേജ് ഓഫ് ദ ബൈബിൾ ഈസ് ഓൾവേസ് എ മെസ്സേജ് ഓഫ് ഹോപ്പ്. Nothing is lost forever. Nothing is too far to return. വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും കളഞ്ഞു പോയിട്ടില്ല. മടങ്ങി വരാനാവാത്ത വിധത്തിൽ ആരും അകന്നു പോയിട്ടില്ല. നമുക്ക് അവസരമുണ്ട്. നമുക്ക് ദൈവം അവസരം തരികയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 3 ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഫലം അണിഞ്ഞില്ലെങ്കിൽ ദുരന്തം വിളിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ലോ ഓഫ് ലൈഫ് ഈസ് ടു yield ഫ്രൂട്ട്സ്. 2, എന്താ? അഭിനയങ്ങൾ, അല്ലേ? അതാണ് പറഞ്ഞത്. പ്രോമിസ് വിതൗട്ട് ഫ്രൂട്ട്സ്. അത് വളരെ അപകടമാണ്. ഇല്ലാത്തതൊന്നും ഉണ്ടെന്ന് നടിക്കരുത്. കാര്യം ഹൃദയങ്ങളെ അറിയുന്നവൻ ക്രിസ്തു. 3, മാസ്റ്റേഴ്സ് മഗ്നാനിമിറ്റി ഗീവ്സ് us one more chance. യജമാനൻ്റെ മഹാമനസ്കത ഒരു വർഷം കൂടെ നമുക്ക് തരികയാണ്. കർത്താവെ, ഞങ്ങളതിലേക്ക് പ്രവേശിച്ച് ഞങ്ങളുടെ പോരായ്മകളെ കണ്ട് നിന്നോട് ചേർന്ന് ഈ ആയുസ് തികപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു സ്ത്രീ ഇരുന്ന് വളരെ വേഗത്തിൽ തുന്നിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിലെ കടന്നുപോയ ഒരു മിഷണറി അടുത്ത് ചെന്ന് ചോദിച്ചു, വൈ യു ആർ സ്റ്റിച്ചിങ് സോ ഫാസ്റ്റ്? ഇത്ര വേഗത്തിൽ നീ തയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ ഫാസ്റ്റായിട്ടാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ അടുത്ത് കത്തിക്കൊണ്ടിരുന്ന ഒരു മെഴുകുതിരി, ക്യാൻഡിൽ വാസ് ബേണിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെയർ. ആ മെഴുകുതിരി ചൂണ്ടിക്കാട്ടിയിട്ട് അവൾ പറഞ്ഞു, ഐ ഹാവ് ഓൺലി വൺ ക്യാൻഡിൽ. ഐ ഹാവ് ഓൺലി വൺ ക്യാൻഡിൽ. എൻ്റെ കയ്യിൽ ഒരു മെഴുകുതിരി മാത്രമേ ഉള്ളൂ. ഈ ക്യാൻഡിൽ എരിഞ്ഞു തീരുന്നതിന് മുൻപ് എനിക്ക് ഇത് തുന്നിത്തീർക്കണം. I want to finish it off before this candle burnt out. ഇത് എരിഞ്ഞു തീരുന്നതിന് മുമ്പേ എൻ്റെ ജോലി എനിക്ക് തീർക്കണം. മറ്റ് വെളിച്ചമില്ല. My dear friends, we have only one candle. We have only one life. രണ്ടില്ല, മറ്റൊന്നില്ല, പകരം വയ്ക്കാനില്ല. വി ഹാവ് ഓൺലി വൺ ലൈഫ്, വൺ ക്യാൻഡിൽ. അത് കത്തിത്തീരും മുമ്പേ വേല തികയ്ക്കണം. ബിഫോർ ദ ക്യാൻഡിൽ ഡൈസ് ഔട്ട്, ഐ ഹാവ് ടു ഫുൾഫിൽ മൈ മിഷൻ ഇൻ ദിസ് വേൾഡ്. Then only I'll be eligible for my master's reward. എങ്കിലേ എൻ്റെ യജമാനൻ്റെ പ്രതിഫലത്തിന് ഞാൻ അർഹനായി തീരുകയുള്ളൂ. ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വേഗം തീരും. നാം എങ്ങനെ ജീവിക്കണം? C.T. Studd, ഗ്രേറ്റ് മിഷണറി, പറഞ്ഞൊരു വാക്കുണ്ട്,
only one life. It will soon be past. What is done for Christ alone will last. ഒരേ ഒരു ജീവിതം ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് നിലനിൽക്കും, ബാക്കിയെല്ലാം നഷ്ടപ്പെടും. കർത്താവേ, ഞങ്ങളുടെ തിരി അണയും മുമ്പ് നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരുമിച്ച് തന്ന നല്ല ആലോചനകൾക്കായി സ്തോത്രം. ബലഹീനനായ അടിയനെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തുതി. വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ സഹായിക്കണം. പോരായ്മകൾ ഓർക്കാതെ ഞങ്ങൾക്കൊരു അവസരം കൂടെ തരുന്ന കർത്താവേ, വന്നുപോയ കുറവുകൾ ക്ഷമിച്ച് പുതിയ വർഷത്തിൽ പുതിയ കൃപയോടെ ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ മേശയിൽ സംബന്ധിപ്പാനായി ഒരുക്കത്തോടെ വന്നിട്ടുള്ള ആളുകൾക്ക് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. സഭയായി നിശ്ചയിച്ചിരിക്കുന്ന കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ അനുതാപഹൃദയത്തോടെ ഏറ്റുചൊല്ലാം. കൺഫെഷണൽ പ്രയർ. സർവശക്തിയുള്ള ബാവ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണികനായ ദൈവം മനസ്സലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ.